എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ്. അതെ, എന്തൊരു ചേലാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക്. മലയാളികൾ ഈ അടുത്ത കാലത്ത് ആഘോഷമാക്കിയ മിക്ക ഗാനങ്ങളുടെയും സംഗീതത്തിന്റെ തലപ്പത്ത് ഒരാളാണ് ജേക്സ് ബിജോയ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മൾ ആഘോഷമാക്കുന്നത് പോലെ അദ്ദേഹത്തിനെ ആഘോഷമാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ ഉത്തരം. തമിഴ് സിനിമയ്ക്ക് അനിരുദ്ധ് എന്നതുപോലെ, തെലുങ്കിന് തമൻ എന്നതുപോലെ മലയാളിക്കുമുണ്ട് ഒരു അടാറ് മുതൽ. അത് തന്നെയാണ് ജേക്സ് ബിജോയ്. ജേക്സിനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് രണം എന്ന സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിലൂടെയാണ്. ശരിക്കും ഒരു ഭയങ്കര മോട്ടിവേഷണൽ സോങ് ആണത്. ഈയിടെ അഭിനേത്രി തബു അടക്കം ആ ട്രാക്കിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. രണത്തിലെ മൊത്തം സ്കോറുകളും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വിജയ് ദേവരകൊണ്ട തരംഗമായിരിക്കുന്ന സമയത്ത് വന്ന ടാക്സി വാലിയിലെ തരംഗമായ മാട്ടേ വിനതുക എന്ന സോങ്ങാണ് ഞാൻ ജേക്സിന്റെ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം അനുരാജ് മനോഹർ ആദ്യമായി സംവിധാനം ചെയ്ത ഇഷ്കിലെ പറയുവാൻ ഇതാദ്യമായി വീണ്ടും സിദ്ധു ശ്രീറാമിന്റെ കൂടെ മറ്റൊരു അതിമനോഹര പാട്ട്. പിന്നീട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് ടൊവിനോയുടെ കൽക്കിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സിനിമയ്ക്കും എത്രയോ പടി മുകളിലായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സ്ഥാനം. ശരിക്കും നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പൾവാൽ ദേവന് മുകളിൽ ബാഹുബലിയുടെ പ്രതിമ നിൽക്കുന്നില്ലേ ബാഹുബലി എന്ന ചിത്രത്തിൽ, അതുപോലെയായിരുന്നു ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ഭാഗത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ഏതോ ലെവലിലായിരുന്നു നിന്നിരുന്നത്. മുമ്പൊരിക്കൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പം അതിന് കൂട്ടുകൊടുത്തിരിക്കുന്ന BGM കൽക്കിയിലെ ഈ സോങ് ആയിരുന്നു. അതിനെപ്പറ്റി പുള്ളി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്രത്തോളം മികച്ചതാണെന്നത്. കാരണം അത്രയ്ക്ക് റീച്ച് ആയിരുന്നു കൽക്കിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. ഇപ്പോഴും അതെ. ജോജു ജോർജിന് താരപരിവേഷം ചാർത്തിക്കൊടുത്ത പൊറിഞ്ചു മറിയം ജോസിലും ജേക്സിന്റെ സംഗീതം മികച്ചു നിന്നു. അതിനുശേഷം സച്ചിയുടെ ക്ലാസിക്കായ അയ്യപ്പനും കോശിയിലാണ് ജേക്സ് ഒരു അത്ഭുതമായിട്ട് മാറുന്നത്. ബിജു മേനോന്റെ മുണ്ടൂർ മാടൻ എന്ന കഥാപാത്രം സാബുമോൻ ചെയ്ത കുട്ടമണിയെ അടിച്ച് നിലംപരിശാക്കാൻ വരുന്നൊരു സീനുണ്ട്. അതിനു മുമ്പ് ബിജു മേനോൻ നടന്നു വരുമ്പം ജേക്സ് ഒരു സാധനം അങ്ങ് പടച്ചു വിടും. രോമാഞ്ചം. മാഫിയ, ഓപ്പറേഷൻ ജാവ, ഫോറൻസിക്, കുരുതി, ജനഗണമന, പുഴു, കുമാരി, ഇരട്ട, പോർത്തൊഴിൽ തുടങ്ങിയവയൊക്കെ ജേക്സ് അദ്ദേഹത്തിന്റെ മികവ് നന്നായിട്ട് എടുത്തു കാണിച്ച സിനിമകളാണ്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയിൽ യൂത്ത് ആഘോഷമാക്കിയ, അല്ലെങ്കിൽ ഇപ്പോഴും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന കലാപക്കാര, കൊത്തരാജ, അതുപോലെ നാനിയുടെ സരിപോത ശനിവാരത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ശിവതാണ്ഡവം, ഇതൊക്കെ ജേക്സിന്റെ മികച്ച വർക്കുകളാണ്. കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ പിന്നീട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ നിയോൺ റൈഡ് എന്ന ആ ഒരു ട്രാക്കായിരുന്നു. ശരിക്കും ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ രജനീകാന്തിന്റെ കൂലി കണ്ട സമയത്ത് അതിൽ ആമിർ ഖാന്റെ ഇൻട്രോ ആയിട്ട് വരുന്ന ഒരു BGM ഉണ്ട്. ആ BGM കേട്ടപ്പോൾ എനിക്ക് എന്റെ മൈൻഡിൽ ആദ്യം ഓർമ്മ വന്നത് ഈ നിയോൺ റൈഡ് ആയിരുന്നു. അടുത്തത് എന്നെ സംബന്ധിച്ച് ജേക്സിന്റെ ഏറ്റവും മികച്ച വർക്കാണ്, ഏറ്റവും മികച്ച ആൽബമാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, അത് റിലീസായ സമയം മുതൽ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൽബം തുടരും. കൺമണി പൂവേ, കൊണ്ടാട്ടം, പേമാരി, കഥ തുടരും, കാടേറും കൊമ്പ തുടങ്ങി ചിത്രത്തിലെ സ്കോറുകളും പാട്ടുകളൊക്കെ ഒന്നിനൊന്ന് വെച്ച തുടരും എങ്ങനെയാണോ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചത്, അതിനേക്കാൾ ഒരു പടി മുകളിലാണ് അതിൽ ജേക്സിന്റെ ഗാനങ്ങളും സ്കോറുകളും ഇടം പിടിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന, എൻ്റെ മൈൻഡിനെ എന്ത് ഡിസ്റ്റർബിങ് ആണെങ്കിലും അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുന്ന, ഏറ്റവും കാമൻ കൂളാക്കി മാറ്റുന്ന ഒരു ആൽബമാണ് തുടരും. കൺമണി പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ, നനയുകയോ
തരംഗമായ ആൽബത്തിന് ശേഷം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തൂലിക ചലിപ്പിച്ച മറ്റൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു നരിവേട്ടയിലെ മിന്നൽ വള. അതിന് പിന്നിലും ജേക്സിന്റെ മാന്ത്രികത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡുകളും മറികടന്ന് മുന്നേറുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലും ജേക്സ് തന്നെയാണ് താരം. തനിലോക മുറക്കാരിക്ക് ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിലാണ്. അത് കണ്ടവർ മില്യൺ കണക്കിനാണ്. ഈ ലോകയിലെ പല സീനുകളും മറ്റൊരു തലത്തിലേക്ക് എലവേറ്റ് ചെയ്യുന്നതിൽ ജേക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. പൃഥ്വിരാജ് സുകുമാരന്റെ വിലായത്ത് ബുദ്ധ, ദുൽഖർ സൽമാന്റെ ആം ഗെയിം തുടങ്ങിയ സിനിമകളാണ് ജേക്സിൻ്റെതായിട്ട് പുറത്തു വരാനിരിക്കുന്ന വലിയ സിനിമകൾ. ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ എടുത്താൽ അനിരുദ്ധും സുഷിൻ ശ്യാമും തമനും എല്ലാം ആഘോഷമാക്കപ്പെടേണ്ടതുപോലെ ആഘോഷമാക്കപ്പെടേണ്ട ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ജേക്സ് ബിജോയ്. രണത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് മാത്രം മതി ജേക്സ് ബിജോയുടെ റേഞ്ച് മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട ജേക്സ്, കാത്തിരിക്കുന്നു നിങ്ങൾ ഒരുക്കുന്ന അത്ഭുതങ്ങൾക്കായി.